അങ്ങനെ നമ്മുടെ പള്ളിയിലച്ഛൻ വേദേനെയും വിക്രത്തിനെയും കൂട്ടിയിട്ട് നമ്മൾ സന്തോഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് സന്തോഷിനോട് പറയുന്നുണ്ട്, നീയും ശ്രീലക്ഷ്മി ആയിട്ടുള്ള കല്യാണം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല, അതെന്തായാലും നടന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സന്തോഷം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കല്യാണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയണ്ട, നീ ആരോടും കടപ്പെട്ടിട്ടില്ല, ഇത് നടക്കാനുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും എന്നൊക്കെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ പോലീസുകാരും നമ്മുടെ ജോബിയോട് പറയുന്നുണ്ട്, അറസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതെന്തായാലും പോയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജോബി പറയുന്നുണ്ട്, നിൽക്ക്, ഞാൻ അവരുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് കണ്ടെത്തട്ടെ, അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഞാൻ എന്തായാലും അവരുടെ പിന്നിൽ വാച്ച് ചെയ്തിട്ട് കണ്ടെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട്, എന്നാൽ ഓൾ ദ ബെസ്റ്റ്, എന്തായാലും എല്ലാം കണ്ടെത്തിയിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വിക്രം എന്തായാലും അമ്മേനെയും അച്ഛനെയും ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോകാൻ പുറപ്പെടുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ വിക്രം പോകുമ്പോൾ വല്ലാതെ വിഷമം കൊണ്ട് എന്തായാലും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. വിക്രത്തിനെ യാത്ര അയക്കുന്നുണ്ട്. വിക്രം ചെന്നിട്ട് നേരെ അമ്മയും അച്ഛനെയും ഞെട്ടിപ്പിക്കാനുണ്ട്. സുധാകര മാഷ് വന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ വിക്രത്തിനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. വിക്രത്തിനാണെങ്കിലും അവരെ കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.